ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളിലെ ചൂടുകുരു മാറാൻ വീട്ടിൽ ചെയ്യാവുന്ന പരിഹാരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൃദുവായ ചർമ്മത്തിൽ ചെറിയ ചുവന്ന പുള്ളികളും ചൊറിച്ചിലും പോലെ കാണുന്ന ചൂടുകുരു പല അമ്മമാർക്കും ആശങ്കയാകാറുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കുഞ്ഞ് അധികം വിയർക്കുമ്പോൾ ഈ പ്രശ്നം കൂടുതലായി കാണാം. ഇന്ന് കുഞ്ഞുങ്ങളിലെ ചൂടുകുരു എന്തുകൊണ്ടാണ് വരുന്നത്, വീട്ടിൽ തന്നെ സുരക്ഷിതമായി എന്തെല്ലാം ചെയ്യാം എന്നതാണ് നോക്കുന്നത്. കുഞ്ഞിൻ്റെ വിയർപ്പ് കുഴികൾ അടഞ്ഞു പോകുമ്പോഴാണ് സാധാരണയായി ചൂടുകുരു ഉണ്ടാകുന്നത്. കഴുത്ത്, പുറം, കൈയിടുക്ക്, ഡയപ്പർ ഭാഗം തുടങ്ങിയ ഇടങ്ങളിൽ ചെറു ചുവന്ന പാടുകൾ പോലെ ഇത് കാണാം. ചില കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയും ചെറിയ ചൊറിച്ചിലും ഉണ്ടാകാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ തണുത്ത അന്തരീക്ഷത്തിൽ വെക്കുകയാണ്. അധിക ചൂടുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി കാറ്റു കടക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. കുഞ്ഞ് വിയർക്കുന്നുണ്ടെങ്കിൽ മൃദുവായി വിയർപ്പ് തുടച്ചു നീക്കണം. ഇളം ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കുളിച്ച ശേഷം ശരീരം നന്നായി ഉണക്കി വയ്ക്കുക. അലോവേര ജെൽ പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ ചർമ്മം വളരെ സെൻസിറ്റീവ് ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പുതിയ പ്രോഡക്റ്റുകൾ പരീക്ഷിക്കാതിരിക്കുന്നത് നല്ലതാണ്. കുഞ്ഞിന് ചൂടുകുരു വന്നപ്പോൾ അധികം പൗഡർ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പ്രശ്നം കൂട്ടാനും ഇടയുണ്ട്. അതുകൊണ്ട് അമിതമായി ഒന്നും ഉപയോഗിക്കാതെ കുഞ്ഞിൻ്റെ ചർമ്മം വൃത്തിയായി തണുപ്പായി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ചൂടുകുരു കൂടുകയും പഴുക്കുകയും കുഞ്ഞിന് പനി വരികയും ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. വീട്ടുവൈദ്യങ്ങൾ ചെറിയ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാം, പക്ഷേ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സ ആവശ്യമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.